നമസ്തേ. ജാൻമണി കരയുകയാണ്. പൊട്ടി, പൊട്ടി, പൊട്ടിക്കരയുകയാണ്. വിതുമ്പി കരയുകയാണ് എന്ന് വേണ്ട എല്ലാ പ്രഹസനങ്ങളും അവരുടെ മുഖത്ത് വരികയും ചെയ്യുന്നുണ്ട്. ജാൻമണി പറയുന്നത് ഞാൻ മാപ്പ് പറഞ്ഞല്ലോ, എന്നിട്ടും എന്നെ വെറുതെ വിടുന്നില്ല എന്നുള്ളതാണ്. ജാൻമണിക്ക് അവിടെയാണ് തെറ്റിയത്. ഇപ്പോൾ ജാൻമണിയുടെ നാട്ടിൽ പോലും ജാൻമണിയുടെ വീട്ടുകാർക്ക് പോലും ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിലേക്ക് ഈ വിഷയം മാറിയിരിക്കുന്നു. ജാൻമണി CJP പ്രൊട്ടസ്റ്റിന് പോയത് കൊണ്ടായിരിക്കാം തന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് അല്ലെങ്കിൽ തന്നെ ഇങ്ങനെ വേട്ടയാടുന്നത് എന്നൊക്കെ ഒരു ഇന്റർവ്യൂവിൽ ഒരു മീഡിയ ബൈറ്റിന് പറയുന്നുണ്ട്. മീഡിയ ബൈറ്റിൽ പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അല്ല ജാൻമണി, അവിടെ തെറ്റുപറ്റി. അവിടെയാണ് ജാൻമണിക്ക് തെറ്റുപറ്റിയത്. CJP പ്രൊട്ടസ്റ്റിൽ പങ്കെടുത്ത ഒരുപാട് പേരുണ്ട്. കേരളത്തിൽ നിന്ന് തന്നെ എത്ര പേര് പോയി, എത്ര പേര് പോയി. പക്ഷെ അവർക്കെതിരെയെല്ലാം കേസുണ്ടായോ? ഇല്ല. നിങ്ങൾക്കെതിരെ കേസുണ്ടായതും ആ കേസ് കൊടുക്കാനുള്ള കാരണമായതും നിങ്ങളുടെ വായിൽ നിന്ന് വന്ന ആ മോശമായ വാക്കുകളാണ്. ഞാനും ഒരു സ്ത്രീയാണ്. നാളെ എന്റെ മകളെ കുറിച്ച് പറയേണ്ടുന്ന ഒരു അഭിപ്രായത്തിൽ എന്നെ കണക്ട് ചെയ്ത് പറയുമ്പോൾ സ്വാഭാവികമായും എന്റെ മകൾക്ക് നോവും എന്നുള്ളതാണ്. അതും പ്രത്യേകിച്ച് അവളുടെ പിതൃത്വത്തെ കുറിച്ച് ചോദ്യം ചെയ്യുന്ന രീതിയിൽ കമന്റ് പറയുമ്പോൾ. പിന്നെ നിങ്ങൾ പറഞ്ഞ ആ വ്യക്തി ഉണ്ടല്ലോ, ആ പറയുന്ന വ്യക്തി ഇന്ന് ഇരിക്കുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി കസേരയിലാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി കസേരയിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയുടെ അമ്മയെക്കുറിച്ച്, അതും മരിച്ചുപോയ ഒരു വ്യക്തിയെക്കുറിച്ച്, ഒരമ്മയെക്കുറിച്ചാണ് നിങ്ങൾ ആ പറഞ്ഞത്. ഒരിക്കലും പറയാൻ പാടില്ലാത്ത വാക്കുകൾ തന്നെയായിരുന്നു നിങ്ങൾ പറഞ്ഞത്. അതിൽ നിങ്ങൾക്ക് ഭാഷയുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിഷയവും ഉണ്ടായിട്ട് തോന്നിയില്ല. അറിയുന്ന ഭാഷയിൽ വളരെ ഫ്ലുവന്റ് ആയിട്ടാണ് നിങ്ങൾ ആ കാര്യങ്ങളെല്ലാം ധരിപ്പിച്ചത്. അതായത് പ്രധാനമന്ത്രിയുടെ അമ്മയെയും അച്ഛനെയും അവഹേളിക്കുന്ന തരത്തിലായിരുന്നു ഈ കമന്റ് നിങ്ങൾ അവിടെ പറഞ്ഞത് എന്നുള്ളത് വളരെ സുവ്യക്തമാണ്. നിങ്ങൾക്ക് ജാമ്യം കിട്ടിയത് തന്നെ വലിയ കാര്യം എന്നുള്ളതാണ് എനിക്ക് തോന്നിയത്. കാരണം നിങ്ങൾ അപമാനിച്ച രീതി ശരിയായില്ല. നിങ്ങൾക്ക് ഒരുപക്ഷെ മോദിയുടെ രാഷ്ട്രീയത്തെ വിമർശിക്കാം. ആ രാഷ്ട്രീയത്തെ വിമർശിക്കുന്നതിലൊന്നും യാതൊരു തെറ്റുമില്ല. കാരണം ഒരു രാഷ്ട്രീയത്തോട് എല്ലാവരോടും ചേർന്ന് നിൽക്കണം എന്നൊന്നും ഇവിടെ ആർക്കും നിർബന്ധമൊന്നുമില്ല. നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ ഭരണകൂടത്തെ വിമർശിക്കാനും ആ ഭരണകൂടത്തിന് നൽകുന്ന തണൽ അല്ലെങ്കിൽ നമ്മുടെ സേന നൽകുന്ന തണലിൽ നമ്മൾ സുഖമായി ഉറങ്ങുകയും ചെയ്യുന്നതാണ്. മറ്റു ചില രാജ്യങ്ങളിൽ നമ്മൾ കേട്ട് കാണാറുണ്ട് എങ്ങനെയാണ് ഭരണകൂടമൊക്കെ അടിച്ചമർത്തുന്നത് എന്നുള്ളത്. ഇവിടെ അതൊന്നും ഉണ്ടായില്ല എന്ന് തന്നെ നമ്മൾ പറയണം. അത്തരത്തിലുള്ള കാര്യങ്ങളല്ല ഉണ്ടായത്. അനിഷ്ടകരമായ ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഞാൻ മറക്കുന്നില്ല, വിസ്മരിക്കുന്നില്ല. അതിനെതിരെ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്ന് വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഭരണകൂടം ഉറപ്പായും മറുപടി പറയേണ്ടതുമാണ്. പക്ഷെ ജാൻമണി ഉൾപ്പെടെയുള്ള ചില ആളുകളുടെയൊക്കെ പിൻബലത്തിൽ കളിച്ചത് അല്ലെ, അങ്ങനെ തന്നെയല്ലേ അതിനെ പറയേണ്ടത്? നിങ്ങളെപ്പോലുള്ള ചിലർ മാത്രമാണ് വളരെ മോശമായ രീതിയിൽ ഈ ഒരു വിഷയത്തെ പറ്റി കമന്റ് ചെയ്തത്. നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല. ലോകത്തിലെ ഏറ്റവും വലിയൊരു പാർട്ടി, ഇന്ത്യയുടെ ഭൂരിഭാഗം സംസ്ഥാനങ്ങളും ഭരിക്കുന്ന ഒരു പാർട്ടി, ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരല്പം ഇടിവൊക്കെ ആ പാർട്ടിയുടെ പ്രതിച്ഛായയിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും വാസ്തവമാണ്. പക്ഷെ മറ്റൊരു കാര്യമുണ്ട്, അത് മറക്കാൻ പാടില്ലാത്ത കാര്യമാണ്. ഏതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവാണ് പ്രധാനമന്ത്രിയാകുന്നത് എന്നുണ്ടെങ്കിലും നമ്മൾ ആ കസേരയ്ക്ക്, ആ പദവിക്കാണ് ബഹുമാനം കൊടുക്കുന്നത്. ആ ബഹുമാനം എന്നും ഉണ്ടാകുകയും ചെയ്യണം. നാളെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടി നമ്മുടെ രാജ്യം ഭരിക്കുമ്പോൾ അവരിലെ ഒരാൾ ആ കസേരയിൽ ഇരിക്കുമ്പോൾ നമ്മൾ ആ കസേരയെ, ആ വ്യക്തിയെ ബഹുമാനിക്കുക തന്നെ ചെയ്യണം. പിന്നെ നിങ്ങൾ പറഞ്ഞത് ഡയറക്റ്റ് മോദിയെ കുറിച്ചുള്ള വിമർശനമായിരുന്നില്ല. അവിടെയാണ് ഏറ്റവും മ്ലേച്ഛമായ മോശമായ സംഭവം ഇരിക്കുന്നത്. നിങ്ങളുടെ നിങ്ങളുടെ സുഹൃത്ത് രഞ്ജിനി ഹരിദാസ് പോലും പറയുന്നുണ്ടായിരുന്നത് നിങ്ങൾ ആ സമരത്തെ കുറിച്ച് വിമർശിച്ച രീതി അത് ശരിയായിരുന്നില്ല. അങ്ങനെ ആയിരുന്നില്ല അതിനെക്കുറിച്ച് പറയേണ്ടത് എന്നുള്ളത്. അത് തന്നെയാണ് ശരി. അവിടെയാണ് രഞ്ജിനി ഹരിദാസിനോടൊക്കെ ഒരല്പം ബഹുമാനം തോന്നിയത്. ആ കാര്യത്തെക്കുറിച്ച് അവർ അങ്ങനെയെങ്കിലും പറഞ്ഞല്ലോ എന്നുള്ളതാണ്. അവരതിൽ വളരെ കൃത്യമായി അവരുടെ വീഡിയോയിൽ പറയുന്നുണ്ട്. നമുക്ക് വിമർശിക്കാം, മാറ്റർ ഓഫ് ഫാക്ട്സ് വെച്ച് നിങ്ങൾ വിമർശിക്കും, അത് വിഷയമല്ല. പക്ഷേ രഞ്ജിനിയുടെ കൂടെ പോവുകയും ഒരല്പം ഹൈപ്പ് കിട്ടും എന്നറിഞ്ഞപ്പോൾ നമ്മൾ പറയില്ലേ ഒരു കുന്തളിപ്പയണം, ആ രീതിയിലാണ് നിങ്ങൾ ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നത്.
അത് നിങ്ങൾക്ക് പാകതയില്ലാത്തത് കൊണ്ടല്ല. ഇത്രയും എന്താ പറയാ, നാഷണൽ വൈഡ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. നാഷണൽ വൈഡ് ആയിട്ട് ഇത് വളരെ നമ്മുടെ രാജ്യം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തിൽ നമ്മൾ ഒരു വാക്ക് ഇതിനെക്കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ, അതിനെക്കുറിച്ച് രണ്ടല്ല, ഒരു 100 വട്ടം നമ്മൾ ആലോചിക്കണം. ഒരു 100 വട്ടം ആലോചിക്കണം. നമ്മൾ ആർക്കെതിരെയാണ് പറയാൻ പോകുന്നത് ആലോചിക്കണം. ആ പറയുന്നതിൽ എന്തെങ്കിലും പിഴവുണ്ടോ എന്നുള്ളത് ആലോചിക്കണം. അല്ലെങ്കിൽ നമ്മൾ പറയുന്നതിനെ സ്ഥിരീകരിക്കാൻ വേണ്ടുന്ന ഡാറ്റാസ് നമ്മുടെ കയ്യിൽ വേണം. ഒരു ചോദ്യം വരുമ്പോൾ ഇത് ഇങ്ങനെയാണ്, ഞാൻ പറഞ്ഞതിൽ എന്ത് തെറ്റ് എന്ന് ചോദിക്കാൻ നിങ്ങൾക്ക് കഴിയണമായിരുന്നു. ഇതങ്ങനെ ആയിരുന്നില്ല. മാത്രമല്ല, ഒരമ്മമാരെയും പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. ലോകത്ത് ഒരമ്മമാരെയും ഇത്തരത്തിൽ പറയരുത്. അപ്പൊ നിങ്ങൾ ചോദിക്കും, അല്ലാത്ത അമ്മമാരൊക്കെ ഉണ്ടല്ലോ എന്ന്. അതിനെ മാറ്റി നിർത്തിയിട്ട്, വിരളം പേരാണ്, അതിനെ ആ ഒരു പക്ഷത്തെ മാറ്റി നിർത്തി. അപ്പോ നിങ്ങൾ പറഞ്ഞിട്ടുള്ള വിഷയങ്ങളെ കുറിച്ച് നിങ്ങൾക്കറിയാം. നിങ്ങൾ ഇപ്പോൾ ഇരുന്ന് പറയുന്ന കണ്ണീരിൽ പോലും യാതൊരു തരത്തിലുമുള്ള ആത്മാർത്ഥതയുമില്ല. ഇപ്പൊ മോദിയെ അങ്ങ് എന്താ പറയാ, വല്ലാത്ത ഭാഷയില് അപമാനിക്കുകയും അവഹേളിക്കുകയും ചെയ്യുകയും അതിനെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നവർ TG പറയുന്നതിനെ വിമർശിക്കുകയും ചെയ്യുമ്പോഴാണ് മനസ്സിലാവാത്തത്. TG വിമർശിക്കുന്നുണ്ട്, പക്ഷെ മോദിയെ ആയതുകൊണ്ട് മാത്രം, ആ ഒരൊറ്റ കാരണമായതുകൊണ്ട് മാത്രം നിങ്ങളെ പോലുള്ളവർ പറഞ്ഞതിനെ, കുട്ടികൾ അത് പറഞ്ഞതിന് എന്ത് ചെയ്യും? കുട്ടികൾക്ക് അങ്ങനെ അവരെ വല്ലാത്ത രീതിയിൽ ട്രീറ്റ് ചെയ്തത് കൊണ്ടാണ് അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ വരുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ന്യായീകരണ തൊഴിലാളികളുമൊക്കെ അവരൊക്കെയും ഇറങ്ങിയിരുന്നു. അവർ പറഞ്ഞതിലും എന്തെങ്കിലും കാര്യമുണ്ടെന്ന് ഒരിക്കലും തോന്നിയിട്ടില്ല. TG പറഞ്ഞത് തെറ്റാണ് എന്നുള്ളത് പോലെ തന്നെയാണ് നിങ്ങൾ പറഞ്ഞതും ശരിയല്ലാത്ത ഒരു കാര്യമാണ്. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ഒരു കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ വളരെ കൃത്യമായിട്ട് അറിയാം നമ്മൾ ആർക്കെതിരെയാണ് പ്രതികരിക്കുന്നത്, എന്തിനെതിരെയാണ് പ്രതികരിക്കുന്നത്, അതിന്റെ പശ്ചാത്തലം എന്താണ് എന്നുള്ളത് പോലും നമ്മൾ അറിഞ്ഞിരിക്കണം. അതല്ലാതെ ഇത്തരത്തിലൊക്കെ പ്രതികരിക്കാൻ പോകുമ്പോൾ അവിടെ കൂടിയ ഒരു ജനത മാത്രമല്ല ഇന്ത്യയിലുള്ളത്, ഭാരതത്തിലുള്ളത്. നേരെ ഓപ്പോസിറ്റ് നിൽക്കുന്നവരെ പ്രൊട്ടക്ട് ചെയ്യുന്നവരും ഉണ്ടാകും. അപ്പോ അവരുടെ ഭാഗത്തു നിന്നുള്ള മറുപടി ഉണ്ടാകും. അപ്പോ CJPയെ പിന്തുണച്ചില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഭരണകൂടത്തെ പറയുമ്പോൾ ഭരണകൂടം ചെയ്തത് ശരിയാണ് എന്ന് ചിന്തിക്കുന്ന ചില ആളുകളും ഉണ്ടാകും. ഒരു വിഭാഗം ആളുകൾ, എപ്പോഴും ഒരു ഒപ്പോസിഷൻ ഉണ്ടാകുമല്ലോ. ഒപ്പോസിഷൻ ഇല്ലാതെ പോകുന്നത് ശരിയല്ലല്ലോ. അപ്പൊ നമ്മുടെ രാജ്യത്ത് ഒരു ഒപ്പോസിഷന്റെ കുറവുണ്ടായിരുന്നു എന്നുള്ളത് നികത്തിയതാണ് CJPയുടെ പ്രക്ഷോഭത്തിലൂടെ. അതിനെ അംഗീകരിക്കാനായിട്ട് ഇപ്പൊ BJP പോലും അംഗീകരിക്കേണ്ടി വരുന്നു, RSS പോലും ആ സമരത്തെ അംഗീകരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുന്ന സാഹചര്യത്തിൽ നിങ്ങളെ പോലുള്ളവർ ചെയ്തു കൂട്ടിയതിനെയും ന്യായീകരിക്കാൻ തരമില്ല എന്നുള്ളതാണ്. അപ്പോ ഈ കരച്ചിലിലൊന്നും യാതൊരു അർത്ഥവുമില്ല. ഒരു അമ്മമാർക്കും സഹിക്കാൻ കഴിയുന്നതല്ല. അമ്മമാരെ സ്നേഹിക്കുന്ന ഒരു മക്കൾക്കും ഇത് സഹിക്കാൻ കഴിയുന്നതല്ല. മോദിയുടെ അമ്മയെ എന്നുള്ളതല്ല വിഷയം. ഒരു വ്യക്തിയുടെയും അമ്മയെ കുറിച്ചും ഇത്തരത്തിൽ പറയരുത്. ഒരു വ്യക്തിയുടെ അച്ഛനെ കുറിച്ചും ഇത്തരത്തിൽ പറയരുത്. നമുക്ക് ചുറ്റും ഒരുപാട് തരത്തിലുള്ള ആളുകളുണ്ട്. ഏതെങ്കിലും ഒരു വിഷയത്തിൽ അവരെ അപമാനിക്കുന്ന തരത്തിലാവരുത്, അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ എടുത്തിട്ടാവരുത്. അവർ പറഞ്ഞതിനെ ഖണ്ഡിക്കണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഡാറ്റാസുമായിട്ട് രംഗത്ത് വന്നിട്ട് വേണം പറയാനായിട്ട്. അപ്പൊ നിങ്ങൾ ചെയ്തത് തെറ്റാണ് എന്നുള്ളത് ഇപ്പോഴും നിങ്ങൾ മനസ്സിലാക്കുന്നത്. അപ്പൊ നിങ്ങളോട് ഒരു മാധ്യമപ്രവർത്തകൻ ചോദിക്കുന്നത്, നിങ്ങൾ വേട്ടയാടുന്നുണ്ടോ എന്ന്. എന്ത് വേട്ടയാടലാണ്? BJPയെ പോലൊരു പാർട്ടിക്ക് ആരാണ് ജാൻമണി എന്നുള്ള ചോദ്യം അപ്പോഴും ബാക്കിയാവുകയാണ്. ഈ രാജ്യം ഭരിക്കുന്ന പാർട്ടിയാണ്, ഇപ്പോഴും അധികാരം അവരുടെ കയ്യിലാണ്. ഇപ്പോഴും നിങ്ങളെ ജാമ്യത്തിൽ വിട്ടു. അവർ വിചാരിച്ചാൽ ജാമ്യത്തിൽ വിടാതിരിക്കാൻ കഴിയില്ല. TGയെയും ജാമ്യത്തിൽ വിട്ടു. അപ്പോ ഇതിനൊക്കെ അത്രേ എടുക്കേണ്ടതുള്ളൂ. നിങ്ങൾക്ക് വിമർശിക്കാം. ഇപ്പോഴും ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് വിമർശിക്കാം. വിമർശനം കൃത്യമായ ഫാക്ട്സോട് കൂടി ആയിരുന്നിരിക്കണം. അത് മാത്രമാണ് ഇതിൽ വന്ന പിഴവ്. അപ്പോ ജാൻമണി ഇനി മുന്നോട്ടുള്ള യാത്രയിലെങ്കിലും വിടുവായുത്തം പറയാതിരിക്കാൻ ശ്രദ്ധിക്കുക. ജാൻമണി പോലുള്ള ആളുകൾ ഒരുപാടുണ്ട്. ഒരുപാട് പേർ മോദിയെ കണക്കറ്റ് വിമർശിച്ചിട്ടുണ്ട്. വിമർശനമായിരുന്നില്ല അത്, ആഭാസത്തരം പറച്ചിലായിരുന്നു. ആ ആഭാസത്തരം പറയുക എന്നുള്ളത് മാറ്റിവെക്കുന്നതാണ് നല്ലത്.
അതിന് നാളെ മറ്റൊരാൾ ഭരിക്കുക ആണെങ്കിൽ പോലും ആ കസേരയിൽ മറ്റൊരാൾ വന്നിരിക്കുമ്പോഴും പറയേണ്ട രീതിയിൽ മാത്രമേ വിമർശനങ്ങൾ ഉന്നയിക്കാവൂ. അതാണ് നമുക്ക് എപ്പോഴും ഒരു പ്രതിപക്ഷ ബഹുമാനവും വേണം. നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്നത്, നമ്മളെ എതിർക്കാൻ പോകുന്നത് ആരെയാണെങ്കിലും അവരോടുള്ള ഒരു ബഹുമാനത്തോടു കൂടിയായിരിക്കണം നമ്മുടെ വിമർശനങ്ങൾ പോകുന്നത്. ഈ ചെളി വാരി എറിയുന്ന പരിപാടി അതങ്ങ് നിർത്തുന്നതല്ലേ എല്ലാവർക്കും നല്ലത്. നമുക്ക് പരസ്പരം ഒരു ബഹുമാനത്തോടുകൂടി വിമർശിക്കുകയും കാര്യങ്ങളെ കാര്യഗൗരവമായി തന്നെ എടുക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു രീതിയിലേക്ക് വരേണ്ടതുണ്ട്. അതിനിയും നമ്മൾ മറന്നു പോകരുത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഈ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്താണ് കമന്റായി രേഖപ്പെടുത്താൻ മറക്കരുത്. കൂടാതെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.